विनाशाय आत्मज्योतिर्नमोऽस्तु ते आत्मज्योतिप्रदीप्ताय ब्रह्मज्योतिर्नमोऽस्तु ते ब्रह्मज्योतिप्रदीप्ताय गुरुज्योतिर्नमोऽस्तु ते. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ബി വേലായുധൻ തമ്പി, പ്രസിഡന്റ്, കാളിമല സേവാ സമിതി. നമുക്കിവിടെ ഇന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്ത സ്വാമി ചൈതന്യജി മഹാരാജ്, നമ്മുടെ ചെങ്കൽ ശിവപുരം ശിവഭാരതി ക്ഷേത്രം മഠാധിപതി അവർ, നമ്മുടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ അവർ, നമ്മുടെ MD ഉദയ ഗ്രൂപ്പിന് MD ആണ്, നമ്മുടെ ജനം TV-യുടെ MD ആണ്. മുഖ്യപ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്ന കസ്തൂരി രഞ്ജനൻ, ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ, മറ്റ് വേദിയിലും സദസ്സിലും ഉള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളെ മെയ് 6 തുടങ്ങി മെയ് 12 10,000 കൂടി ചേർന്നുകൊണ്ട് പൊങ്കാല മഹോത്സവം നടത്തുന്ന കാളിമലയുടെ ഉത്സവം മെയ് 6 ആരംഭിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിനു മുമ്പായിട്ടുള്ള ഒരു വിളംബര രഥയാത്രയാണ് നമ്മൾ എല്ലാ കൊല്ലവും ചെയ്യുന്ന പോലെ ഇക്കൊല്ലവും ആ വിളംബര രഥയാത്രയുടെ ഉദ്ഘാടന സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാ വർഷത്തേക്കാട്ടും ഉപരി ഇത് ഒന്നുകൂടി നമ്മൾ വിപുലീകരിച്ചുകൊണ്ട് ഇന്നൊരു നല്ലൊരു ഉദ്ഘാടന സദസ്സ് നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു. നിർഭാഗ്യവശാൽ മഴ കാരണം ചെറിയൊരു 1-2 അസൗകര്യങ്ങളുണ്ടായി. എന്നാലും നമ്മൾ പ്രതീക്ഷ നമ്മുടെ ക്ഷണിച്ച എല്ലാ അതിഥികളും മാക്സിമം ഇവിടെ എത്തിച്ചേർന്നു. അന്തരീക്ഷം നമുക്കിപ്പോൾ ഒരു സാഹചര്യവും നല്ലൊരു സാഹചര്യം ഒതുക്കി തന്നിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ കാളിമല തീർത്ഥാടന വിളംബര രഥയാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബി കാളിമല സേവാ സമിതിയുടെ പ്രസിഡന്റ് കൂടിയായ ബി വേലായുധൻ തമ്പി അവരെ കാളിമല ട്രസ്റ്റിൻ്റെ പേരിലും വെള്ളട പഞ്ചായത്ത് സേവാ സമിതിയുടെ പേരിലും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജനം TV-യുടെ MD-യും നമ്മുടെ ഉദയ സമുദ്ര ഗ്രൂപ്പിൻ്റെ MD-യുമായ നമ്മുടെ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ശ്രീമാൻ ചെങ്കൽ രാജശേഖരൻ അവരെ ഈ പഞ്ചായത്ത് ട്രസ്റ്റ് സേവാ സമിതിയുടെ പേരിലും കാളിമല ട്രസ്റ്റ് സേവാ സമിതിയുടെ പേരിലും സ്വാഗതം ചെയ്തു കൊടുക്കും. അടുത്തതായി നമ്മുടെ ഈ ഉദ്ഘാടന സദസ്സിനെ ഒരു മുഖ്യ പ്രഭാഷണം നടത്താനായി എത്തിച്ചെത്തിയിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ശ്രീ കസ്തൂരി രഞ്ജനൻ ചേട്ടനെ ആദരവും ഈ ട്രസ്റ്റ് സമിതിയുടെ പേരിലും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. മറ്റു നമ്മളെ ഇന്നത്തെ ഈ കാളിമല തീർത്ഥാടന രഥയാത്രയ്ക്ക് എത്തിച്ചേർന്ന നല്ലവരായ നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ എല്ലാ ഭക്തജനങ്ങൾക്കും നടത്തിയ നമ്മുടെ സഹോദരികൾക്കും കുട്ടികൾക്കും പ്രത്യേകം ഒരു സ്വാഗതം. വേദിയിലെയും സദസ്സിലെയും മഹാത്മാക്കളെ, ഇന്ന് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് ഈ വർഷത്തെ കാളിമല രഥയാത്ര ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന രഥയാത്രയോടുകൂടെ വരുന്ന 12-ാം തീയതി പൗർണമി ഇതാണ്, ചിത്ര പൗർണമിയിലാണ് അവിടുത്തെ പൊങ്കാല. ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ എല്ലാവരും കൂടി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷത്തെക്കാലം ഈ വർഷവും വളരെയധികം ഭംഗിയായി നടക്കണം, അതാണ് ഇതിൻ്റെ സംഘാടകരുടെ ഉദ്ദേശ ലക്ഷ്യം. അത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 2023-ലും 24-ലും ഇപ്പോൾ 25-ലും അതിൻ്റെ ആദ്യ ഉദ്ഘാടനം എന്ന് പറയുന്നത് എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. അപ്പം അതിൽ എനിക്ക് ഒരു വളരെയധികം മഹത്വം തോന്നുന്നു. ആ കാളിമല
വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ്. കഴിഞ്ഞ വർഷം ഞാൻ ആ കാളിമലയിൽ പോയി അവിടെയും ഒരു പ്രസംഗം ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഒരു മലകളെല്ലാം ഇപ്പോൾ ക്രിസ്ത്യൻസും മറ്റുള്ള സമുദായക്കാരും ഒക്കെ പിടിച്ചെടുക്കുന്ന ഒരു അവസരമാണ്. എവിടെ ഒരു മല കണ്ടാലും അവിടെ ഒരു കുരിശ് നാട്ടി അതിനെ ഒരു നമ്മുടെ മലയായിട്ടങ്ങ് മാറ്റും. അപ്പോൾ ഇതും ആ കാളിമലയുടെ തൊട്ട് മറുഭാഗത്തുള്ള ഒരു മലയിലും അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മല എല്ലാവരുടെയും പരിശ്രമത്തോടു കൂടെ ഇതുവരെ അന്യാധീനപ്പെട്ടു പോകാതെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സംഘാടകർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുകയാണ്. വളരെയധികം ശുഷ്കാന്തിയോടുകൂടെ ചെയ്യുന്ന ഈ പ്രവർത്തനം നാളെയും നീളെയും വളരെയധികം ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ വളരെ പ്രശസ്തി ആയി മാറട്ടെ. ഈ മലയുടെ പേരും പ്രശസ്തിയും ലോകമെങ്ങും നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതോടൊപ്പം എനിക്ക് പോകാനുള്ള അത്യാവശ്യമുള്ളതുകൊണ്ട് ഈ ഫംഗ്ഷൻ തീരുന്നത് വരെ ഇരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഞാനിവിടെ നിന്ന് വിടകൊള്ളുകയാണ്. നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം. നമസ്തേ. ഈ വേദിയിലിരിക്കുന്ന ഇപ്പോൾ നമ്മളോട് യാത്ര പറഞ്ഞിട്ട് പോയ ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിലെ മഠാധിപതി, ബാക്കി ഈ ക്ഷേത്രവുമായി കാളിമലയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വേദിയിലിരിക്കുന്ന എൻ്റെ സഹോദരന്മാരും ഈ നാട്ടിലെ സഹോദരന്മാരും, എനിക്ക് തന്നിരിക്കുന്നത് ഈ തീർത്ഥയാത്രയുടെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ട് പോയ ചെങ്കൽ സ്വാമി അദ്ദേഹം പറഞ്ഞു, മിക്കയിടത്തും എല്ലാ മലകളിലുമൊക്കെ കുരിശുമല വെച്ച് ശബരിമലയെ കളിയാക്കി നമ്മളുടെ ക്ഷേത്ര ആചാരങ്ങളെല്ലാം അടിച്ചു മാറ്റി ഞങ്ങളെ മതപരിവർത്തനം നടത്തി അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വലിയ സ്ഥലത്താണ് സ്വാമി ഞാനൊക്കെ ജനിച്ചത്, ചെങ്കൽ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ക്രിസ്തു വിശ്വാസം ഉള്ള അച്ഛനും അമ്മയും സഹോദരത്തിൻ്റെ കൂടെ ജഡയുമായിട്ട് ജനിച്ച സ്വാമിയാണ്. അതൊരു അവതാരമാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ഗീതോപദേശം ഗീതയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ആരെങ്കിലൊക്കെ അവതാരമായിട്ടൊക്കെ ജനിക്കുമെന്നൊക്കെ. അങ്ങനെ നമ്മളെ നാട്ടിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാനും അദ്ദേഹമൊക്കെ ഒന്നിച്ച് പഠിക്കുകയും ഒന്നിച്ച് വളരുകയൊക്കെ ചെയ്തതാണ്. അന്ന് മുതലേ നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു ദൗത്യമായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ആ ദൗത്യമാണെന്ന് ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലം ഇത്രയും വലിയൊരു മഹാക്ഷേത്രമൊക്കെ ചെയ്ത് ഇത്രയും ആൾക്കാരെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹമായിട്ടൊക്കെ പിടിച്ചു നിന്നതൊക്കെയാണ് അർത്ഥം. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മളുമൊക്കെ പല കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ചെയ്യുന്നത്. ഞാനും ഒരു വലിയ എൻ്റെ പ്രഭാകരനോട് നമ്മളെ പരിചയപ്പെടുത്തിയതുപോലെ ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക, അത് ലക്ഷ്യമാണ്. അത് നമുക്ക് ലക്ഷ്യത്തിലേക്ക് വേണ്ടി പൈസ ഇല്ലെങ്കിൽ നമ്മൾ മോഷ്ടിക്കാൻ നമ്മളെ ആൾക്കാർ പറഞ്ഞു തന്നിട്ടില്ല. നമ്മളെ അച്ഛനമ്മയൊക്കെ സത്യസന്ധമായിട്ടാണ് നമ്മളെയൊക്കെ വളർത്തിയത്. അതാണ് നമ്മുടെ ഈ സനാതന ധർമ്മം. അതിലെല്ലാം പട്ടിണി കിടന്നാലും അടുത്തുള്ള ആരുടെയെങ്കിലും എന്തെങ്കിലും മോഷ്ടിക്കുക, കള്ളം പറയുക, ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ആ സത്യസന്ധമായിട്ട് ജീവിക്കുവാൻ എന്താണ് നമ്മളൊരു ദൗത്യത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു മാർഗം നമ്മളെ സംഘം സ്വയം സേവകർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വയം സേവനായിട്ടാണ് ഞാനും ഈ നാട്ടിൽ നിന്ന് ബോംബെയിൽ പോയതും ഇന്നും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം. എനിക്കും എൻ്റെ ലക്ഷ്യമുണ്ട്. എൻ്റെ ചില ക്ഷേത്രങ്ങൾ ചില കൈയേറുന്നു, ചില സ്ഥലങ്ങളിൽ നിങ്ങൾ വെളിയിൽ നിന്ന് വന്നവരാണെന്ന് പറയുമ്പോൾ നമ്മളപ്പോൾ ഫീൽ ചെയ്യുന്നു അവിടെ അവരാണ് നിയമം, അവരാണ് പെർമിഷൻ കൊടുക്കുന്നത്, ഇടവകയാണ് സംഗമോത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് തിരിച്ചപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ വലിയ പ്രയാസം.
അത് നമുക്ക് വെല്ലുവിളിയൊന്നും അല്ല. ഇവിടെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ശംഖുമുഖം പോലെ കഴക്കൂട്ടം വരെ ഇനിയൊരു വത്തിക്കാനായിട്ട് മാറിക്കഴിഞ്ഞു. അവിടെ ഹൈന്ദവ വിശ്വാസികൾ ആരുമില്ല. അവരെയൊക്കെ വന്ന് പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ മതം മാറ്റി. അപ്പം നമ്മൾ പുതിയതായിട്ട് അവിടെ ആരെങ്കിലും പോകുമ്പോൾ അവരെ ഭയപ്പെടുത്തുക. അങ്ങനെ എന്നെയും ശംഖുമുഖത്ത് ഭയപ്പെടുത്തുവാൻ വന്നു. ഫ്ലാഗ് കാറ്ററിംഗ് തുടങ്ങി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ബോംബെയിലൊക്കെ ജീവിച്ചതുകൊണ്ട് ധൈര്യത്തിനൊരു കുറവും ഒന്നില്ല. പിന്നെ എൻ്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ അവരെ മുമ്പേന്നും തലവനിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ശംഖുമുഖത്ത് നമ്മൾ ഫ്ലാഗ് കാറ്ററിംഗ് അവിടെ ഹോട്ടൽ ചെയ്യുകയും ആ ക്ഷേത്രത്തിനെ സംരക്ഷിക്കണമെന്നുള്ള രീതിയിൽ സംരക്ഷിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഓം വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാൽ എവിടെയും ശംഖുമുഖത്ത് ഓം കാണാം, എയർപോർട്ടിനകത്തും ഓം കാണാം. ഇത് കണ്ട് പനിച്ച ഒരുപാട് പേരുണ്ട്. അത് വേറെ വിശ്വാസികളല്ല, നമ്മളെ ആൾക്കാരാകുമ്പോഴാണ് നമുക്ക് പ്രയാസം തോന്നുന്നത്. ഈ നെയ്യാറ്റിൻകര അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. നമ്മൾ തന്നെ ആൾക്കാരാണ് നമുക്ക് അതിനൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. പക്ഷെ ഇത് കാലത്തിൻ്റെയൊക്കെയാണ്. പക്ഷെ ഇതൊരു മാറ്റത്തിൻ്റെ സമയമാണ്. ഇന്ന് ഞാനിവിടെ വന്നതിന് പകല് നല്ലൊരു ദൗത്യം വിഴിഞ്ഞം ഹാർബർ നമ്മൾ ആദരണീയനായ പ്രൈം മിനിസ്റ്ററും കേരള ചീഫ് മിനിസ്റ്ററും കൂടെ നാട്ടിന് സമർപ്പിച്ച ദിവസമാണ്. വളരെ സന്തോഷം തോന്നി. ഇതൊക്കെ എത്രയോ വർഷം മുമ്പേ വരേണ്ടതാണ്. ഈ നാട്ടിനെ നന്നാവാൻ വിടില്ല. ഈ നാട്ടിൽ തൊഴിലാളികളുടെ മാത്രമേ ഡെവലപ്പ് ചെയ്യൂ, അവരൊക്കെ മാത്രം ജീവിച്ചാൽ മതി, തൊഴിലാളികളായിട്ടൊക്കെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് ചില പ്രസ്ഥാനങ്ങൾ, ആ തൊഴിലാളികളുടെ കുറെ വോട്ട് കിട്ടും, അങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കും. ഈ കാഴ്ചപ്പാടിൽ നല്ലവരായിട്ടുള്ള എല്ലാം നാട് വിട്ടുപോയി. അതിനുശേഷം ഈ മക്കളെ വേർപാടിലും ദുഃഖത്തിലും കഴിയുന്ന കുറേ വീടുകളാണ് നമ്മളെ കേരളത്തിൽ നിന്നുള്ളത്. അതിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാനും എനിക്കറിയാവുന്ന തൊഴിലെല്ലാം ഈ നാട്ടിൽ വന്ന് ചെയ്ത് ഇന്ന് 2000-ൽ കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുവാൻ സാധിച്ചു. ഇതൊന്നും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 2000 കുടുംബം അവർ സന്തോഷമാണ്. 2000 കുടുംബത്തിന് ജോലി ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ 5 ഇരട്ടി ആൾക്കാർ വേറെയും ഇതുമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കണക്ക് കാണുമ്പോൾ ഒരു 10-15 കൂടുതൽ കുടുംബം നമ്മളെ കൊണ്ട് ജീവിക്കുന്നു. നമുക്ക് ഈ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ ക്ഷേത്രം തന്നെ നമ്മളെല്ലാം ഒറ്റ മനസ്സോട് കൂടി ചേർന്ന് ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി ഒരു പോസിറ്റീവ് എനർജി വരും. നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മളെ നാട്ടിലൊരു മാതൃകയായിട്ട് ചെങ്കൽ എന്നൊരു ഗ്രാമം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് നമ്മളെ ചെങ്കൽ സ്വാമി. അതേപോലെ എൻ്റെ സ്കൂളിൽ, എൻ്റെ നാട്ടിലൊരു സ്കൂള് ബാങ്ക് ലേലം ചെയ്യുന്നത് കണ്ട് അതെടുത്ത് അതിനൊരു സർവകലാശാല ആക്കണമെന്ന് എൻ്റെ ലക്ഷ്യമാണ്. പക്ഷെ ഇന്ന് +2 വരെ 3000-ത്തിനടുത്ത് സ്റ്റുഡൻസ് ഉണ്ട്. അതൊരു മാതൃക സ്റ്റുഡൻസായിട്ട് സ്കൂളായിട്ട് നമ്മൾ മാറ്റും. നമ്മളെ വില്ലേജിലായിരിക്കണം എഡ്യൂക്കേഷൻ, നമ്മളെ വില്ലേജ് ആയിരിക്കണം ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇതാണ് ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെയൊക്കെ ശക്തി. അല്ല നമ്മൾ സിറ്റിയിൽ പോയിട്ട് വെളിയിലുള്ള വിദേശികളുടെ ഫുഡും കഴിച്ച് അതൊരു സ്റ്റൈൽ, ഇതെല്ലാം തെറ്റ്. അവരെല്ലാം നമ്മളെ രീതിയിൽ നമ്മളെങ്ങനെയാണ് കഴിയുന്നത്, നമ്മളെങ്ങനെയാണ് ഹെൽത്തി ആയിരിക്കുന്നത്, നമ്മളെങ്ങനെയാണ് സന്തോഷമായിട്ടിരിക്കുന്നത്, അത് നമ്മളെ ഫോളോ ചെയ്യണം. ഇന്ന് നമ്മളെ തിരുവാതിര കളിച്ച എൻ്റെ കൊച്ചു സഹോദരിമാരെ കണ്ടപ്പോൾ വളരെ സന്തോഷം. അവർ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പോടുകൂടെ കളിച്ചു. അവർ ചെറിയ ഡ്രസ്സാണെങ്കിലും അവരിട്ടിരുന്ന ബ്ലൗസ്, അതിന് മാച്ചിങ് ആയിട്ടുള്ള പൂവ് തലയിൽ വെച്ചു. ഞാൻ കസ്തൂരി സാറിനോട് പറയാൻ, ഇത്രയും കളർഫുള്ളായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ മാച്ചിങ് വയലറ്റ് കളറൊക്കെ പൂവൊക്കെ. ഇതൊക്കെ നമ്മളുടെ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് സന്തോഷിക്കാം. അല്ലാതെ നമുക്ക് ഒന്നായിട്ട് പ്ലെയിനുണ്ടോ, വലിയ വലിയ വണ്ടികളുണ്ടോ, മറ്റേ ഈ രീതിയിൽ ഷോപ്പിംഗ് മോളുണ്ടോ, ഒന്നുമല്ല. ഒന്നായിട്ട് സന്തോഷിച്ച് ജീവിക്കുന്ന അതാണ് ജീവിതം. അത് കിട്ടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഞാൻ എത്ര പേർക്ക് അത് കൊടുക്കുവാൻ സാധിക്കും എന്നുള്ള രീതിയിൽ 16 മണിക്കൂർ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പണി ഈ പ്രസംഗം ഇതൊന്നും അല്ല. എന്നെ അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് എന്നെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയിക്കുന്നതേ ഉള്ളൂ. കാരണം എനിക്ക് കൂടുതൽ സംസാരിക്കുന്നതിനപ്പുറം കൂടുതൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കുക, ഒരു മാതൃകയായിട്ട്, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. പക്ഷെ ഇന്ന് ഈ കാളിമല എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൻ്റെയൊക്കെ ആവശ്യമാണ്. കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം, ഇന്നും പോകാൻ സാധിച്ചില്ല. നല്ല പ്രഭാകരൻജിയുടെ നിർബന്ധത്തിൽ ഇവിടെ വരാൻ സാധിച്ചതിന് വലിയ, ഇന്ന് 8 മണിക്ക് എനിക്ക് അവിടെ പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ ഫംഗ്ഷൻ പോയിട്ടാണ്. അവിടെ സ്വർണ്ണക്കൊഴി വരെ 10-20 വർഷമായിട്ട് അവർക്ക് ചെയ്യുവാൻ സാധിക്കാതിരുന്നത് എന്നെ ഒരു രക്ഷാധികാരിയാക്കി. ആദ്യത്തെ സ്വർണ്ണം എൻ്റെ നിന്ന് മേടിച്ച്
അത് സ്വർണം പൂശിയതിന് മിച്ചം വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവരിന്ന് ആദരിക്കണം വരണം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് 8 മണിക്ക്. എനിക്ക് അവിടെ ഒന്ന് പോകണം. വളരെ സന്തോഷമുണ്ട് ചില കാര്യങ്ങളിൽ നമ്മൾ ഒന്നായിട്ട് നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ പുതിയൊരു കേരളം എങ്ങനെയാണ് നമ്മളുടെ മഹാബലി ഭരിച്ചിരുന്നു, നമ്മൾ എങ്ങനെയൊക്കെ പാട്ടിലൂടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളുടെ സനാതന ധർമ്മത്തിനെ നിലനിർത്തണം. ഈ സനാതന ധർമ്മം ലോകം ഫോളോ ചെയ്യുന്നതാണ്. അതിന് തെറ്റായിട്ടും അതിന് ഇൻസൾട്ടായിട്ടൊന്നും കാണല്ലേ. ബാക്കിയെല്ലാം നശിക്കേണ്ടതാണ്. ആ നശീകരണമാണ് ഇപ്പൊ ഇവിടെ മത്സരിക്കുകയാണ്. ഹിന്ദുക്കളെ എങ്ങനെ ഇല്ലാതാക്കാൻ, ആരാണ് ഭരിക്കേണ്ടത്, ആർക്കാണ് പോപ്പുലേഷൻ കൂടുതൽ, അടുത്ത ഭരണത്തിൽ ആര് വരും, അങ്ങനെ നമ്മളെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. കാശ്മീരിലാണെങ്കിൽ ഒരു ശത്രുവാണെങ്കിൽ കേരളത്തിൽ 2 ശത്രുക്കളുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ ഈ കാൽമലയുടെ ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ വിളിച്ച എൻ്റെ സഹപ്രവർത്തകർ സന്തോഷമായിട്ടുള്ള പ്രത്യേകിച്ച് പ്രഭാകരനും ഈ നാട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്തേ.